നമ്മൾ പലതവണ കേട്ടിട്ടുള്ള കാര്യമാണ് പഠിക്കണമെങ്കിൽ കോൺസെൻട്രേഷൻ അത്യാവശ്യമാണെന്ന്. പക്ഷേ ഈ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ്? നിർഭാഗ്യവശാൽ ലോകമെമ്പാടും മിക്ക സ്കൂളുകളിലും രണ്ട് മെത്തേഡുകളാണ് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സങ്കടകരമായ കാര്യമെന്നാൽ രണ്ടും നെഗറ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഒന്നെങ്കിൽ അവർ നിങ്ങളെ പേടിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർ നിങ്ങളെ മോഹിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കൂ, ഇത് രണ്ടുമാണ് എപ്പോഴും സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ പേടിപ്പിക്കുക, അല്ലെങ്കിൽ മോഹിപ്പിക്കുക. കാരണം പേടിപ്പിക്കുമ്പോൾ ഒരാളുടെ ഫോക്കസ്, ഒരാളുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നു. നിങ്ങൾ ഒരു മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് നടന്നു വരികയാണ്. ചിന്തകളുടെ ഒരു ട്രെയിൻ തന്നെ നിങ്ങളുടെ മനസ്സിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു പാട്ടൊക്കെ പാടി പതുക്കെ നടന്നു വരികയാണ്. പെട്ടെന്നൊരാൾ നിങ്ങളുടെ മുന്നിലേക്ക് ചാടി വീഴുന്നു. അയാൾ കത്തിയെടുത്ത് നിങ്ങളുടെ നെഞ്ചിൽ വയ്ക്കുന്നു. ഇപ്പോൾ കൊന്നുകളയെന്ന് പറയുന്നു. എന്തായിരിക്കും അപ്പോൾ സംഭവിക്കുക? നിങ്ങൾ പാടിക്കൊണ്ടിരുന്ന പാട്ടെല്ലാം അപ്പോൾ നിൽക്കും. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്പോൾ മറക്കും. മനസ്സപ്പോൾ നിശ്ചലമാവും. ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മളൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തുക എന്ന് പറഞ്ഞാൽ വളരെ 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 പ്രയാസമാണ്. മനസ്സിനെ നിർത്തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അസാധ്യമാണ്. പക്ഷെ കുറച്ച് നേരത്തേക്ക് നിങ്ങൾ പാട്ട് പാടിയതെല്ലാം മറക്കും. നിങ്ങളുടെ ചിന്തകളെല്ലാം നിങ്ങൾ മറക്കും. നിങ്ങളുടെ മുഴുവൻ കോൺസെൻട്രേഷനും ആ കത്തിയിലായിരിക്കും, കത്തി പിടിച്ചിരിക്കുന്ന ആളിലായിരിക്കും. നിങ്ങളുടെ നെഞ്ചിൽ ഒരാൾ കത്തി വെച്ചിട്ട് നിങ്ങളെ ഇപ്പോൾ കൊന്നുകളയെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരോടും ചോദിക്കില്ല, ഇപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ 100% ആക്കേണ്ടത് എങ്ങനെയാണെന്ന്, കത്തിയിൽ ഞാൻ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന്. നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവനും കത്തിയിൽ തന്നെയായിരിക്കും. കാരണം നിങ്ങളപ്പോൾ ഭയങ്കരമായി പേടിച്ചിട്ടുണ്ടാവും. പേടി കൂടുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുന്നത് സ്വാഭാവികമാണ്. ശ്രദ്ധിച്ചു നോക്കൂ, ഇത് തന്നെയല്ലേ സ്കൂളിൽ സംഭവിക്കുന്നത്? നിങ്ങളെ എല്ലാവരും പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പഠിച്ചോളൂ, പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ തോക്കും. പരീക്ഷയിൽ തോറ്റാൽ നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കും? ചുറ്റിനുമുള്ളവർ നിങ്ങളെ കളിയാക്കും. ഇങ്ങനെ നിങ്ങൾ പരീക്ഷകളിൽ തോറ്റുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഭാവി എന്താവും? നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടില്ല, നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു വീടുണ്ടാവില്ല. ഈ വലിയ ലോകത്തിൽ നിങ്ങൾ ആരുമല്ലാതായി മാറും. ഇങ്ങനെ നിങ്ങൾ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. കുട്ടികൾ എപ്പോഴും പേടിച്ചാണ് പഠിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? ചെറിയ ക്ലാസ് മുതലേ കുട്ടികളെ പേടിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് ചില കുട്ടികൾ പരീക്ഷ വരുമ്പോൾ മാത്രം ഭയങ്കരമായി പഠിക്കുന്നത്. കാരണം അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭയമെല്ലാം ഉണർന്നിരിക്കുന്നു. അതിന് ശക്തി കിട്ടിയിരിക്കുന്നു. പക്ഷേ ഇത് വളരെ വളരെ നെഗറ്റീവ് രീതിയാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡിനെ കുറിച്ച് പറയാം. ഒരു നാണയത്തിന് തന്നെ രണ്ട് വശങ്ങളാണ് ഈ രണ്ട് മെത്തേഡും. ഒന്നാമത്തെ മെത്തേഡ് പേടിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മെത്തേഡ് മോഹിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികളെ മോഹിപ്പിക്കുക. നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടും, നിങ്ങൾക്ക് ഗോൾഡ് മെഡൽ കിട്ടും, നിങ്ങൾ ഫേമസ് ആവും, പത്രത്തിൽ നിങ്ങളുടെ പേര് വരും, എല്ലാവരും നിങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കും, നിങ്ങൾക്ക് അത് കിട്ടും, നിങ്ങൾക്കിത് കിട്ടും, അങ്ങനെ ഓരോന്നും പറഞ്ഞ് കുട്ടിയെ മോഹിപ്പിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു പേടിയും ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പേടിയും ജനിച്ചിരിക്കുന്നു. ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിലോ? സ്വാഭാവികമായി വീണ്ടും നിങ്ങളുടെ ഉള്ളിൽ കോൺസെൻട്രേഷനും ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. നിർഭാഗ്യവശാൽ ഈ രണ്ട് മെത്തേഡുകളും, പേടിപ്പിക്കുന്നതായിരുന്നാലും ശരി മോഹിപ്പിക്കുന്നതായിരുന്നാലും ശരി, വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയാണ്. പഠിക്കേണ്ടത് അത്യാവശ്യമാണ്, പക്ഷെ പേടിച്ചുകൊണ്ടല്ല പഠിക്കേണ്ടത്, എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടല്ല പഠിക്കേണ്ടത്. ഈ മെത്തേഡ് ജീവിതത്തിൽ വേറെയും ചില കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പ്രാർത്ഥനയിൽ. ചില ആൾക്കാർക്ക് പ്രാർത്ഥനയിൽ താല്പര്യമില്ലെന്ന് കാണുമ്പോൾ ചില ആൾക്കാർ അവരെ പേടിപ്പിക്കുന്നു. പ്രാർത്ഥിച്ചോളൂ, ഇല്ലെങ്കിൽ നീ നരകത്തിൽ പോകും. അല്ലെങ്കിൽ അവരെ മോഹിപ്പിക്കുന്നു. പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം. ആൾക്കാർ അപ്പോൾ ഒന്നുകിൽ നരകത്തിൽ പോകാതിരിക്കാൻ പേടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടി അതാഗ്രഹിച്ചുകൊണ്ട് സ്വർഗം മോഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടും മോശമായ രീതിയാണ്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ പേടിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജനിക്കാനൊരവസരം കിട്ടിയില്ലേ? ഇവിടുത്തെ ഈ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ജീവിക്കാനൊരവസരം കിട്ടിയില്ലേ? ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചൂടെ?
ഇവിടെ ജീവിക്കാൻ സാധിച്ചതിൽ ആ സന്തോഷത്തിൻ്റെ പുറത്ത് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്, പക്ഷേ അതിന് നന്ദി പറിച്ചിലാവുമ്പോഴാണ് ഭംഗിയുള്ളത്. അത് സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്യുമ്പോഴാണ് അതിന് ഭംഗിയുള്ളത്. നരകത്തിൽ പോകാതിരിക്കാൻ പേടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നല്ല പ്രാർത്ഥനയല്ല. സ്വർഗം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് സ്വർഗം മോഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നല്ല പ്രാർത്ഥനയല്ല. പ്രാർത്ഥിക്കണം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല, എവിടെയെങ്കിലും പോകാതിരിക്കാനുള്ള പേടി കൊണ്ടല്ല. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കൂ, നന്ദിയോടെ പ്രാർത്ഥിക്കൂ, സന്തോഷത്തോടെ പ്രാർത്ഥിക്കൂ. അതുപോലെ തന്നെയാണ് പഠനവും. പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. പക്ഷെ പേടിച്ചുകൊണ്ടായിരിക്കരുത് പഠിക്കുന്നത്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആയിരിക്കരുത് പഠിക്കുന്നത്. പഠിക്കാൻ വേണ്ടി പഠിക്കൂ, അറിയാൻ വേണ്ടി പഠിക്കൂ, വളരാൻ വേണ്ടി പഠിക്കൂ.